ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. രാവിലെ തന്നെ അപ്പോൾ അരിയൊക്കെ ഇട്ട് റൈസ് കുക്കറിൽ എടുത്തു വെച്ചു. പിന്നെ കടുങ്കാപ്പി എടുക്കുക. ഇന്ന് രാവിലെ എന്നത്തെ പോലെയും അത്ര തിരക്കില്ല. ഇന്ന് കുറച്ച് പണികളേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ കാരണം എന്താണെന്ന് പതിയെ പറയാം. അപ്പോൾ കടുങ്കാപ്പിയൊക്കെ എടുത്തു, ചേട്ടന് കുടിക്കാൻ കൊടുത്തു. അതിനുശേഷം ഞാനും കടുങ്കാപ്പി കുടിക്കുവാണേ. എല്ലായിടത്തേക്കും മഴയൊക്കെ പെയ്തോ? ഇങ്ങോട്ട് ചെറുതായി ഒന്ന് പെയ്തേ ഉള്ളൂ. ഒരു മഴയാണേ പെയ്തുള്ളൂ. വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ നല്ല മഴ പെയ്തു എന്ന് തോന്നുന്നു. എല്ലാവരും സ്റ്റാറ്റസ് ഒക്കെ ഇടുന്ന കണ്ടു. 2-3 മഴയൊക്കെ അവർക്ക് കിട്ടിയെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് ഒരു മഴയാ നന്നായിട്ട് പെയ്തുള്ളൂ. നന്നായിട്ടെന്ന് പറഞ്ഞാൽ അത്ര നന്നായിട്ടൊന്നുമല്ല, മഴ പെയ്തു എന്ന് പറയാം. പിന്നെ ഞാൻ കുടിക്കാൻ വെള്ളമൊക്കെ തിളപ്പിച്ചു വെച്ചു. തോരൻ വെക്കാനായിട്ട് സവോളയാണ് എടുത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സവോള തോരൻ. നിങ്ങൾക്ക് എല്ലാവർക്കും സവോള തോരൻ ഇഷ്ടമാണോ? എല്ലായിടത്തേക്കും അങ്ങനെ സവോള തോരൻ വെക്കാറില്ല എന്ന് തോന്നുന്നു. എനിക്ക് പക്ഷേ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ 2-3 സവോളയൊക്കെ എടുത്തു, അത് അരിയുക. അപ്പോഴത്തേക്കും ചേട്ടൻ എണീറ്റ് വന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ആണ് എടുത്തു തരുന്നത്. അപ്പം സവോള ചെറുതായി അരിഞ്ഞ് എടുക്കുക. 2-3 സവോള ഞാൻ എടുത്തു. കട്ടി കുറച്ച് അരിയുന്നതാണേ നല്ലത്. പിന്നെ അതിലേക്ക് 2 പച്ചമുളകും കൂടി അരിഞ്ഞിട്ടു. വേറൊന്നും ആവശ്യമില്ല. അപ്പോൾ അതെല്ലാം സെറ്റായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രാവിലെ കുറച്ച് പണി കുറവാണ്. അതിൻ്റെ കാരണമാണ് കേട്ടോ ഈ മീൻകറി. ഇന്നലെ ചേട്ടൻ വൈകുന്നേരം വന്നപ്പോൾ കുറച്ച് മീൻ വാങ്ങിയിട്ട് വന്നിരുന്നു. അപ്പോൾ പിന്നെ അത് ഇന്നലെ വൈകുന്നേരം തന്നെ കറി വെച്ചു. 1/2 കിലോയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. സിലോപ്പിയാണേ. അതുകൊണ്ട് രാവിലെ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല. ഈ തോരൻ മാത്രം വെച്ചാൽ മതി. തോരൻ വെക്കാനായിട്ട് ഫസ്റ്റ് ചീനച്ചട്ടി വെച്ചു. കടുകൊക്കെ പൊട്ടിച്ച് അതിലേക്ക് സവോളയും പച്ചമുളകും അരിഞ്ഞതിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വേവിക്കാൻ വെച്ചു. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കേട്ടോ. പിന്നെ വെന്ത് കഴിഞ്ഞപ്പം കുറച്ച് തേങ്ങയും കൂടി അതിലേക്കിട്ട് ഇളക്കിയെടുക്കുക ചെയ്തത്. അപ്പോൾ ദേ ഞങ്ങളുടെ സവോള തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല തോരനാണ് കേട്ടോ. ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ രാവിലത്തേക്ക് ഗോതമ്പട ആണ് ഉണ്ടാക്കുന്നത്. കുറച്ച് തേങ്ങയും കുറച്ച് ജീരകവും കുറച്ച് ഗോതമ്പ് പൊടിയും ഇട്ട് ഞാൻ നന്നായിട്ട് ഇളക്കിയെടുക്കുവാണ് വെള്ളം ഒഴിച്ച്. ഇവിടെ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഗോതമ്പട. കറിയൊന്നും ഇല്ലെങ്കിലും ഗോതമ്പട തന്നെ കഴിക്കാം കേട്ടോ. ഇവിടെ അങ്ങനെ ഗോതമ്പട ഉണ്ടാക്കുമ്പം കറിയൊന്നും അങ്ങനെ കൂട്ടി കഴിക്കാറില്ല. കൂടുതലും അതും തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ഒത്തിരി വേണ്ട. ദോശക്കല്ല് അപ്പോൾ ഞാൻ സ്റ്റൗവിൽ വെച്ചു. നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണയൊക്കെ തൂത്ത് കൊടുത്തു. പിന്നെ ഞാൻ പരത്തുവാണേ. നമ്മൾ വെള്ളം കുറച്ചെടുത്ത് കുഴച്ചത് കൊണ്ട് ഇത് പരത്താനായിട്ട് നമ്മൾ കുറച്ച് വെള്ളത്തിൽ കൈമുക്കി വേണേ പരത്താനായിട്ട്. ഇങ്ങോട്ടെല്ലാവരും ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ചിലരൊക്കെ വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ചതച്ചിടാറുണ്ടെന്ന് തോന്നുന്നു. ഞാനതൊന്നും ഇടാറില്ല. ചുമ്മാ തേങ്ങയും ജീരകവും മാത്രമാണ് ഇടാറുള്ളൂ. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു വശം മുരിഞ്ഞ് വരുമ്പോൾ നമ്മൾ കുറച്ച് എണ്ണയും കൂടെ അതിൻ്റെ മുകളിൽ തൂത്ത് കൊടുക്കും. അപ്പം നല്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ. ചേട്ടന് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടൻ്റെ വല്യമ്മ ഇങ്ങനെ ചുട്ട് കൊടുക്കുമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗോതമ്പട. പിന്നെ ചായ ഇടുവാണേ. എളുപ്പപ്പണിയാണ്. വെള്ളവും പാലും കൂടെ ഒന്നിച്ച് വെച്ച് തിളപ്പിക്കുകയാണ് ചെയ്യുന്നത്. സെപ്പറേറ്റ് അങ്ങനെ ഉണ്ടാക്കാറില്ല. ഇതാകുമ്പോൾ എളുപ്പത്തിൽ പണി തീരുമല്ലോ. പിന്നെ അങ്ങനെ ഗോതമ്പടയെല്ലാം ചുട്ടു. ഇവിടെ ഗോതമ്പട ബാക്കിയും ചുട്ടുകൊണ്ടിരിക്കുവാണേ. അപ്പോഴത്തേക്കും ചേട്ടൻ കഴിക്കാനായിട്ട് വന്നു. അപ്പോൾ ചേട്ടൻ ഗോതമ്പട കഴിക്കുന്നുണ്ട്. ചായയും എടുത്ത് വെച്ചിട്ടുണ്ട്. കറിയൊന്നും പ്രത്യേകിച്ച് വേറൊന്നുമില്ല കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ട് വന്നില്ലേ ജിതിൻ, അവൻ വന്നപ്പോൾ കുറച്ച് റോബസ്റ്റ പഴം കൊണ്ടുവന്നിരുന്നു. അതും ഒരെണ്ണം ചേട്ടന് കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ ചേട്ടന് ലഞ്ച് ബോക്സ് എടുക്കുവാണ്. ആദ്യമേ മീൻകറി എടുത്തു. ഒരു കഷ്ണം എടുത്തിട്ടുള്ളൂ. നല്ല മീൻകറിയായിരുന്നു കേട്ടോ. കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സിലോപ്പി അല്ലെങ്കിലും നല്ല മീനാണ്. ഞങ്ങൾക്ക് ഇവിടെ 2 പേർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചോറും എടുത്തു. പിന്നെ സവോള തോരനും എടുത്തു വെച്ചു. സവോള തോരൻ ഉറപ്പായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല സാധനമാണ്. അപ്പോൾ തോരനും എടുത്തു വെച്ചു. പിന്നെ ഞാൻ കുറച്ച് നെല്ലിക്കച്ചാറും കൂടെ എടുത്ത് വെക്കുന്നുണ്ട് ആ കൂടെ. ഇത് ചേച്ചി ഉണ്ടാക്കിക്കൊണ്ട് വന്ന നെല്ലിക്കച്ചാറായിരുന്നു കേട്ടോ. അപ്പോൾ അതും എടുത്തു. പിന്നെ മീൻ വറുത്തതും എടുത്തു. ഒരു കഷ്ണം മീൻ വറുത്തത് എടുത്തുള്ളൂ. അപ്പോൾ പിന്നെ ചേട്ടൻ ലഞ്ച് ബോക്സൊക്കെ റെഡിയായി. ചേട്ടൻ പിന്നെ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. അവിടെ ഒരു പുഴു ഇരുന്നു. അതാണേ ചേട്ടൻ ചൂണ്ടിക്കാണിക്കുന്നത്, പുഴു ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ പിന്നെ ചേട്ടൻ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ചേട്ടൻ പോയി.
പിന്നെ അതേ ഞങ്ങളുടെ കുഞ്ഞപ്പനും ചോട്ടും ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. വെയിലായതുകൊണ്ട് ചോട്ടു നല്ല ആസ്വദിച്ച് കിടന്ന് വെയിൽ കൊള്ളുവാണ് കേട്ടോ. പാവമാണേ. നിങ്ങളെല്ലാവരും ഗ്രാമ്പു കണ്ടിട്ടുണ്ടോ? ഇതാണ് കേട്ടോ ഗ്രാമ്പു. ഞാൻ ഈ ഹൈ റേഞ്ച് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഗ്രാമ്പു മരമൊക്കെ കാണുന്നത്. ഇത് ഈ പറിക്കാറായിട്ടുണ്ട്. ഇത് പറിച്ച് ഉണങ്ങുക ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. മുരിങ്ങക്കായ ഉണ്ടായി കിടക്കുന്നത് കണ്ടാലോ? കുറച്ച് മുരിങ്ങക്കായും നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായി കിടക്കുന്നുണ്ട്. ഒത്തിരി മൂത്തിട്ടില്ല കേട്ടോ, ചെറുതായി ഉണ്ടായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ കണ്ടിഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഓൾ.